ഡോലയുടെയും മാരുവിൻ്റെയും കഥ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ്. ആ കഥയാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. പണ്ട് രാജസ്ഥാനിലെ ബിക്കാനീറിൽ പുങ്കൽ എന്നു പേരുള്ളൊരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേര് പിങ്കൾ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു മാർവൺ. അവളെ സ്നേഹത്തോടെ എല്ലാവരും വിളിച്ചിരുന്ന പേരാണ് മാരു. ഈ മാരു അതിസുന്ദരിയായ ഒരു രാജകുമാരിയായിരുന്നു. അവളെപ്പറ്റി പറയുന്നത് മിന്നൽ കൊടി പോലെ സുന്ദരിയായവൾ എന്നായിരുന്നു. അതുപോലെ സൗന്ദര്യവും തേജസ്സുമുള്ള പെൺകുട്ടിയായിരുന്നു മാരു. ഈ മാരുവിന് 1.5 വയസ്സുള്ള സമയത്ത് ഈ പുങ്കൾ എന്ന് പറയുന്ന രാജ്യത്ത് അതികഠിനമായൊരു വരൾച്ചയുണ്ടായി. ഈ വരൾച്ചയിൽ ആ രാജ്യത്ത് ഒട്ടും വെള്ളമില്ലാതാകുകയും രാജാവും കുടുംബവും അവരുടെ പരിവാരങ്ങളോടൊപ്പം ഈ രാജ്യം വിട്ടിട്ട് പുഷ്കറിൽ പോയി കുറച്ചു കാലം താമസിക്കുകയും ചെയ്തു. പുഷ്കർ എന്ന് പറഞ്ഞത് കുറച്ച് ദൂരെയുള്ള രാജ്യമായിരുന്നു. ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു. നർവർ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവിൻ്റെ പേര് നളൻ എന്നായിരുന്നു. ഈ നളൻ എന്ന് പറയുന്ന രാജാവിന് മക്കളുണ്ടായിരുന്നില്ല. അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ദുഃഖിതനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥനയും പൂജയൊക്കെ നടത്തിയിട്ട് തനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അവനെയും കൊണ്ട് പുഷ്കറിലെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താം എന്ന് ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹത്തിനൊരു മകനുണ്ടായി, വളരെ സുന്ദരനായ ഒരു മകൻ. ഈ മകന് ഏകദേശം ഒരു 3 വയസ്സായ സമയത്ത് അവനെയും കൊണ്ട് ഈ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താം എന്ന് കരുതി നളൻ എന്ന രാജാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ പരിവാരങ്ങളോടൊപ്പം പുഷ്കറിലേക്ക് വന്നു. അങ്ങനെ ഈ 2 രാജകുടുംബങ്ങളും ഈ ക്ഷേത്രത്തിൽ വെച്ച് പരിചയപ്പെട്ടു. പിങ്കൾ എന്ന് പറയുന്ന രാജാവും നളൻ എന്ന് പറയുന്ന രാജാവും. അപ്പോൾ നളൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകൻ്റെ പേര് സാലക്വർ എന്നായിരുന്നു. അവനെ എല്ലാവരും സ്നേഹത്തോടെ ഡോള എന്ന് വിളിച്ചു. പുഷ്കറിൽ വെച്ച് ഈ രാജാക്കന്മാർ 2 പേരും പരിചയപ്പെട്ടു. പിങ്കൾ എന്ന രാജാവും നളൻ എന്ന രാജാവും. അവർ തമ്മിൽ വളരെ നല്ലൊരു സൗഹൃദം ഉടലെടുത്തു. കുറച്ച് ദിവസങ്ങൾ അവരവിടെ താമസിച്ചു. അങ്ങനെയാണ് അവർ ഈ ക്ഷേത്രത്തിൽ വിശദമായി ദർശനം നടത്തിയത്. അപ്പോൾ വളരെ സുന്ദരിയായ മാരു എന്ന കുഞ്ഞിനെ കണ്ടിട്ട് ഈ നളരാജാവിൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ ആ കുഞ്ഞിനെ എടുത്ത് ലാളിക്കുകയും അതിനെ വളരെയധികം ഓമനിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഇവർക്ക് തമ്മിൽ തോന്നുകയും ചെയ്തു. അങ്ങനെ ഈ പുഷ്കറിൽ വെച്ച് ഈ രാജാക്കന്മാർ 2 പേരും അവരവരുടെ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. മാരുവിന് അന്ന് 1.5 വയസ്സും ഡോലയ്ക്ക് അന്ന് 3 വയസ്സുമായിരുന്നു പ്രായം. അങ്ങനെ വിവാഹ ചടങ്ങുകൾ നടന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ വിവാഹങ്ങൾ നടക്കുമായിരുന്നു, ശൈശവ വിവാഹം നടക്കുമായിരുന്നു. വിവാഹത്തിന് ശേഷം 2 കുട്ടികളും അവരവരുടെ മാതാപിതാക്കൾക്കൊപ്പം അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി. അന്നത്തെ ആചാരം അനുസരിച്ച് മാരുവിന് പ്രായപൂർത്തിയാകുമ്പോഴേക്കും ഡോളയുടെ രാജ്യത്ത് നിന്ന് ഡോള വന്ന് മാരുവിനെ അവൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഡോള വരുന്നതും കാത്ത് മാരു ഇരുന്നു. മാരുവിനെ കുട്ടിക്കാലം മുതലേ താൻ വിവാഹിതയാണെന്നും തൻ്റെ ഭർത്താവിൻ്റെ പേര് ഡോള എന്നാണെന്നും ഡോള വളരെ സുന്ദരനാണെന്നും ഒക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായം തൊട്ടേ മാരു എന്നും ഡോളയെ കാത്തിരിക്കും. ഡോള വരും, തന്നെ വിളിച്ചുകൊണ്ട് പോകും എന്ന് മാരു വളരെയധികം ആഗ്രഹിച്ചു. എന്നാൽ ഡോള ഇതിനെപ്പറ്റി മറന്നുപോയി. ഡോളയുടെ മാതാപിതാക്കൾ ഡോളയോട് മാരുവിനെപ്പറ്റി പറഞ്ഞതേയില്ല. കാരണം അവരവരുടെ രാജ്യത്ത് ചെന്ന് കുറച്ച് കാലം കഴിഞ്ഞതോടെ ചുറ്റുപാടുമുള്ള മറ്റ് വലിയ രാജ്യങ്ങളെപ്പറ്റിയൊക്കെ ഈ രാജാവ് ചിന്തിക്കുകയും നളൻ എന്ന രാജാവ് ചിന്തിക്കുകയും മറ്റെവിടെ നിന്നെങ്കിലും കുറച്ചുകൂടി നല്ലൊരു വിവാഹാലോചന തൻ്റെ മകന് വരികയാണെങ്കിൽ ആ ഒരു വിവാഹം നടത്തി കൊടുക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെ ഡോള മാരുവിനെ മറന്നുപോയി. പക്ഷെ മാരു ഡോളയെ കാത്തിരുന്നു. കാലം അങ്ങനെ കടന്നുപോയി. ഇവർക്ക് 2 പേർക്കും പ്രായപൂർത്തിയായി. മാരു വളർന്ന് അതിസുന്ദരിയായ യുവതിയായിട്ട് തീർന്നു. അവളെ കാണുന്നവരാരും അവളെ നോക്കി നിന്ന് പോകുമായിരുന്നു, അത്രയധികം സുന്ദരി. ഓരോ ദിവസവും തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്ന് മാരു ദൂരേക്ക് നോക്കും. ദൂരെ നിന്ന് ഡോള വരുന്നുണ്ട് എന്നവൾ കരുതും. അവളുടെ കാത്തിരിപ്പ് പ്രകൃതി പോലും കണ്ട് അത്ഭുതപ്പെട്ടുപോയി. പക്ഷികൾ അവളോട് പറഞ്ഞു, നിൻ്റെ സന്ദേശം ഞങ്ങളുടെ ചിറകിൽ എഴുതിത്തരൂ, ഞങ്ങൾ പോയി ഡോളയെ ആ സന്ദേശം കാണിക്കാം. അപ്പോൾ മാരു പറയും, വേണ്ട വേണ്ട, നിങ്ങളുടെ ചിറകിൽ എഴുതിയാൽ നിങ്ങൾ പറന്നു പോകുമ്പോൾ മഴ പെയ്തിട്ട് എൻ്റെ സന്ദേശം അങ്ങ് ഒഴുകിപ്പോയാലോ? വേണ്ട. കാറ്റ് പറയും, ഞാൻ പോയി ഡോളയോട് നിൻ്റെ സന്ദേശം പറയാം. അപ്പോൾ മാരു പറയും, വേണ്ട, നീ ഡോളയെ പോയി തഴുകിയിട്ട് തിരിച്ച് വന്ന് എന്നെ കൂടി ഒന്ന് തഴുകിയാൽ മതി. അങ്ങനെ മാരു ഡോളയെ കാത്തിരുന്നു. മാരുവിൻ്റെ കാത്തിരിപ്പ് അവളുടെ പിതാവും മാതാവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരും കാത്തിരിക്കുകയാണ്, മരുമകൻ വരും, തങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട്.
ഒരു തവണ വിവാഹിതയായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വിവാഹത്തിന് പെൺകുട്ടികളെ കൊടുക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോള വന്നില്ലെങ്കിൽ മാരുവിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാകും എന്ന് രാജാവിന് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവ് ഒരുപാട് സന്ദേശങ്ങൾ ഡോളയുടെ രാജ്യമായ നർവറിലേക്ക് അയക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു സന്ദേശത്തിന് പോലും മറുപടി വന്നില്ല. ഈ നർവർ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് ദൂരെയാണ്. അങ്ങോട്ട് തൻ്റെ മകളെയുമായിട്ട് പോകുന്നത് നാണക്കേടാണ് എന്ന് രാജാവ് കരുതി. നേരിട്ട് അവിടെ പോയി മകളെ വിളിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നത് അത്ര ഉചിതമായ ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് അവരെപ്പോഴും ഡോള തങ്ങളുടെ മകളെ സ്വീകരിക്കാൻ വേണ്ടി വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. മാത്രമല്ല തുരുതുരെ അങ്ങോട്ടേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. ഒരു സന്ദേശത്തിന് പോലും മറുപടി വന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു കുതിര കച്ചവടക്കാരൻ വന്നു. അയാൾ നല്ല മികച്ച ഇനം കുതിരകളെ പല രാജ്യങ്ങളിലേക്കും കൊടുക്കുന്ന ഒരാളായിരുന്നു. അയാൾ പിങ്കൾ രാജാവിനെ കാണാൻ വരുന്ന സമയത്ത് അവിടെ മാരു ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം മാരുവിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം രാജാവിനോട് അതാരാണ് അത്ര സുന്ദരിയായ ഒരു പെൺകുട്ടി ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, അതെൻ്റെ മകളാണ്, അവളുടെ പേര് മാരു എന്നാണ്. അവൾ നർവറിലെ രാജകുമാരനായ ഡോളയുടെ ഭാര്യയാണ്. അവരുടെ വിവാഹം വളരെ ചെറുപ്പത്തിലേ കഴിഞ്ഞതാണ്. പക്ഷേ ഒരുപാട് കാലമായി അവിടുന്ന് സന്ദേശങ്ങളൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കച്ചവടപരമായിട്ട് എപ്പോഴെങ്കിലും നർവർ സന്ദർശിക്കാറുണ്ടോ? ഡോളയെ പറ്റി എന്തെങ്കിലും വിവരം അറിയാമോ? അപ്പോൾ ഈ കുതിര കച്ചവടക്കാരൻ കുറച്ചു നേരം ചിന്തിച്ചു. അയാളോട് പിതാവ് ഇക്കാര്യം അന്വേഷിക്കുന്ന കണ്ടിട്ട് മാരു അവിടെ ഒളിച്ചു നിന്ന് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം എന്താ മറുപടി പറയുന്നതെന്ന്. മാരു മാത്രമല്ല, മാരുവിൻ്റെ അമ്മയും സഖിമാരും ഒക്കെ ആ സമയത്ത് അവിടെ വന്ന് നിന്നു. അവർക്കെല്ലാവർക്കും ഡോളയെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഈ കുതിര കച്ചവടക്കാരൻ പറഞ്ഞു, അപ്പോൾ ഈ മാരുവിനെ പറ്റിയാണ് ആൾക്കാർ ഡോളയുടെ ആദ്യ ഭാര്യ എന്ന് പറയുന്നതല്ലേ? ഇത് കേട്ട രാജാവ് ഞെട്ടിപ്പോയി. ആദ്യ ഭാര്യയോ? അപ്പോൾ ഡോള വേറെ വിവാഹം കഴിച്ചോ? അപ്പോൾ ഈ കുതിര കച്ചവടക്കാരൻ പറഞ്ഞു, ഉവ്വ, ഡോള മാൾവയിലെ രാജകുമാരിയായ മൽവാണിയെ വിവാഹം കഴിച്ചു. ഈ മാൾവ എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ രാജ്യമാണ്. മാത്രമല്ല അവിടുത്തെ രാജാവിൻ്റെ ഏക മകളാണ് മൽവാണി. അപ്പോൾ അങ്ങനെ ഒരു വിവാഹം നടക്കുക വഴി നർവർ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെയധികം ലാഭമുണ്ടായിട്ടുണ്ട്. ആ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ഒക്കെ വളരെയധികം ഈ വിവാഹം മൂലം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് കേട്ട പിങ്കൾ രാജാവിന് വളരെയധികം ദുഃഖം വന്നു. അദ്ദേഹം ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഓരോ ദിവസവും അദ്ദേഹം ഡോള വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു സന്ദേശത്തിന് മറുപടി കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. മാരുവാണെങ്കിൽ ഓരോ നിമിഷവും ഡോള എത്തും എന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ്. വളരെ വേദനയോടെ പിങ്കൾ രാജാവ് ഈ കുതിര കച്ചവടക്കാരനോട് ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു ഡോളയുടേത് രണ്ടാം വിവാഹമാണെന്ന്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, രാജകൊട്ടാരത്തിന് ചുറ്റുമുള്ള പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇതറിയാം. പക്ഷെ ആരും ഇത് പരസ്പരം സംസാരിക്കാറില്ല. മൽവാണി എന്ന പേരായ ഈ രാജകുമാരി ഉണ്ടല്ലോ, ഡോള വിവാഹം കഴിച്ചു കൊണ്ടുവന്ന രാജകുമാരി, അവൾ വളരെ ചതുരയാണ്, തന്ത്രശാലിയുമാണ്. ഈ പ്രായമുള്ള ആൾക്കാർ വഴി അവളും ഈ വിവാഹത്തെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഒരിക്കലും ഡോളയുടെ അടുത്ത് എത്താതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അവളുടെ രാജ്യത്തിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ കവാടങ്ങളിലും അവളുടെ പ്രത്യേക കാവൽക്കാരുണ്ട്. അതുകൊണ്ടാണ് അങ്ങ് ഇവിടുന്ന് അയക്കുന്ന സന്ദേശങ്ങളൊന്നും അവിടെ എത്താത്തത്. ഞാനതേപ്പറ്റി കേട്ടിട്ടുണ്ട്. ഒരുപാട് സന്ദേശവാഹകർ ഇപ്പോഴും മൽവാണിയുടെ ജയിലിലുണ്ട്. മാത്രമല്ല അതിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് ഒരു സന്ദേശം ഒരിക്കലും ഡോളയുടെ കയ്യിൽ എത്താൻ പോകുന്നില്ല. അങ്ങനെ എത്താതെ ഡോള ഈ വിവാഹ വാർത്ത ഓർക്കാനും പോകുന്നില്ല. മൽവാണി വളരെ തന്ത്രശാലിയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മൽവാണിയുടെ മായാവലയത്തിൽ നിന്ന് ഡോളയ്ക്ക് മോചനമില്ല. ഡോള ഒരിക്കലും ഇങ്ങോട്ട് വന്ന് മാരുവിനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട രാജാവിനും രാജ്ഞിക്കും മാരുവിനും വളരെയധികം ദുഃഖമായി. ദുഃഖം സഹിക്കാതെ മാരു തങ്ങളുടെ കൈവിട്ട് പോകുമെന്ന് പോലും രാജാവിനും രാജ്ഞിക്കും വേദന തോന്നി. വിവാഹം ആലോചിച്ച് അങ്ങോട്ട് പോകുന്നത് നാണക്കേടാണ്. പോയാൽ തന്നെ ഡോളയെ ചെന്ന് കാണാൻ പറ്റുമെന്ന് അവർക്ക് ഉറപ്പില്ല. സന്ദേശവാഹകരൊന്നും അവിടം വരെ എത്തിയതായിട്ട് അറിയുന്നില്ല. അവരെയൊക്കെ മൽവാണിയുടെ കാവൽക്കാരെ വധിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇവരെല്ലാവരും കൂടി ആലോചിച്ച് അവസാനം ഒരു പാട്ടുകാരനെ അയക്കാൻ തീരുമാനമായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു, വളരെ തന്ത്രശാലിയുമായിരുന്നു. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഞാൻ പോകാം, ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കാം. അങ്ങനെ അദ്ദേഹം ഒരു പാട്ടുകാരനായി വേഷം മാറി തൻ്റെ തമ്പുരുമൊക്കെ മീട്ടിക്കൊണ്ട് നർവർ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ചെന്നു. അവിടെ കാവൽക്കാർ അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തിയപ്പോൾ അദ്ദേഹം താനൊരു പാട്ടുകാരനാണ്,
നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പാട്ട് പാടി നടന്നാണ് ഉപജീവനം കഴിക്കുന്നതെന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഇവരെ കുറച്ച് പാട്ടുകളൊക്കെ പാടി കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഒരു പാട്ടുകാരൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ച ഈ കാവൽക്കാർ ഇദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിട്ടു. പോകുന്നതിന് മുമ്പ് ഈ കാവൽക്കാർ ഇദ്ദേഹത്തിൻ്റെ ശരീരം നന്നായിട്ട് പരിശോധിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവർക്കൊന്നും കണ്ടെടുക്കാൻ പറ്റിയില്ല. ഈ പുരോഹിതൻ പാട്ടുകാരൻ്റെ വേഷം ധരിച്ച് നർവറിലേക്ക് പോകുന്നു എന്നറിഞ്ഞ മാരു ഒരു കത്ത് എഴുതിയിട്ട് അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു, ഡോളയ്ക്ക് കൊടുക്കാൻ. ഈ കത്ത് അദ്ദേഹം തൻ്റെ തമ്പുരുവിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതിനാൽ കാവൽക്കാർക്ക് കിട്ടിയില്ല. അങ്ങനെ ഈ പുരോഹിതൻ നർവർ രാജ്യത്തെത്തുകയും അവിടെയൊക്കെ അലഞ്ഞു നടന്നിട്ട് എങ്ങനെയെങ്കിലും ഡോളയെ കാണാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ ഡോളയുടെ കൊട്ടാരം വളരെയധികം ബന്ധവസിലായിരുന്നു. അങ്ങോട്ട് ആരെയും കടത്തി വിടാറുണ്ടായിരുന്നില്ല. കാര്യങ്ങളിലൊക്കെ മൽവാണി വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഡോളയെ കാണാൻ പറ്റുന്നതെന്ന് അദ്ദേഹം വളരെയധികം ചിന്തിച്ചു. അപ്പോഴാണ് ഈ കൊട്ടാരത്തിനടുത്തായിട്ട് കുറച്ച് കുശവന്മാർ താമസിക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇദ്ദേഹം ആ കുശവന്മാരുടെ അടുത്ത് ചെന്നിട്ട് അവരോടൊപ്പം താമസിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. അവരെ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കുശവന്മാരുടെ കുടിലായി ഈ പാട്ടുകാരൻ്റെ താമസം. പാട്ടുകാരനായ പുരോഹിതൻ അദ്ദേഹം എല്ലാ ദിവസവും പുറത്തിറങ്ങിയിരുന്ന് വളരെ മനോഹരമായിട്ട് പാടുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ പാട്ട് ഡോളയുടെ ചെവിയിലെത്തി. ഡോള അന്ന് തൻ്റെ ഭാര്യയായ മൽവാണിയുമൊത്ത് തോട്ടത്തിൽ നടക്കുകയായിരുന്നു. മൽവാണി ഒരിക്കലും ഡോളയെ ഒറ്റയ്ക്ക് വിടാറില്ല, എപ്പോഴും പിന്നാലെ നടക്കും. ഏതെങ്കിലും കാരണവശാൽ മാരുവിനെ പറ്റിയുള്ള വാർത്ത ഡോളയുടെ ചെവിയിലെത്തുമോ എന്നുള്ള കാര്യം എപ്പോഴും മൽവാണിക്ക് പേടിയുണ്ടായിരുന്നു. മൽവാണി കൊട്ടാരത്തിൽ വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഡോള നേരത്തെ വിവാഹം കഴിച്ചതാണെന്നും ആ വിവാഹത്തെപ്പറ്റി ഡോളയ്ക്ക് ഓർമ്മയില്ലെന്നും മനസ്സിലായി. ഡോളയുടെ മാതാവിന് ഇപ്പോഴും മാരുവിനെ പറ്റി വളരെയധികം സ്നേഹമുണ്ടായിരുന്നു, വാത്സല്യമുണ്ടായിരുന്നു. മാരുവിനെ തൻ്റെ മകൻ പോയി വിളിച്ചുകൊണ്ട് വരണം എന്ന് അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തൻ്റെ ഭർത്താവും രാജാവുമായ നളൻ ഇത് എതിർത്തതിനാലാണ് അവരതേപ്പറ്റി മിണ്ടാതിരുന്നത്. നളന് തൻ്റെ മകൻ മൽവാണിയോടൊത്ത് ജീവിക്കുന്നതിലായിരുന്നു താല്പര്യം. മാരുവിനെ പറ്റി മകൻ അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. മൽവാണിയും ഡോളയുടെ അമ്മയായ രാജ്ഞിയും തമ്മിൽ അത്ര നല്ല രസത്തിലായിരുന്നില്ല. മൽവാണിയുടെ പല സ്വഭാവങ്ങളും രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴൊക്കെ രാജ്ഞി പലപ്പോഴും തൻ്റെ തോഴിമാരോട് എൻ്റെ മൂത്ത മരുമകളെങ്കിൽ വരട്ടെ, അപ്പോൾ ഈ മൽവാണി ഒരു പാഠം പഠിക്കും എന്ന് പറയാറുണ്ടായിരുന്നു. ഇതും മൽവാണിയെ ചൊടിപ്പിച്ചു. യാതൊരു കാരണവശാലും മാരുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അനുവദിക്കുകയില്ല എന്ന് മൽവാണി തീർച്ചപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡോളയും മൽവാണിയും കൂടെ തോട്ടത്തിൽ ഇങ്ങനെ നടക്കുകയാണെന്നല്ലേ. അവർ തോട്ടത്തിലൂടെ ഇങ്ങനെ ഉലാത്തുമ്പോഴാണ് ആകാശത്തെ മനോഹരമായ ഒരു ചന്ദ്രക്കലയും അതിനോട് ചേർന്നൊരു നക്ഷത്രവും കണ്ടത്. അപ്പോൾ ഡോള അതിനെ നോക്കി നിന്നു. മൽവാണി പറഞ്ഞു, കണ്ടോ, ആ നക്ഷത്രവും ആ ചന്ദ്രനെയും കണ്ടോ, നമ്മൾ രണ്ടുപേരുമാണ്. ആ ചന്ദ്രനും ചന്ദ്രനോടൊത്ത ഒറ്റ നക്ഷത്രവും. മറ്റൊരു നക്ഷത്രം കൂടി വന്നാൽ ആ ചന്ദ്രൻ അത്ര ഭംഗി കാണുകയില്ല. അപ്പോൾ ഡോള ചോദിച്ചു, അതെന്താ ഒരു നക്ഷത്രം കൂടി വന്നാൽ? ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ടല്ലോ. മൽവാണി അപ്പോൾ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ ചന്ദ്രന് ഒരു നക്ഷത്രം മതി എന്നാണ് എൻ്റെ തീരുമാനം. മറ്റൊരു നക്ഷത്രത്തിനെ എൻ്റെ ചന്ദ്രൻ്റെ അടുത്തേക്ക് വരുവാൻ പോലും ഞാൻ അനുവദിക്കുകയില്ല. ഇങ്ങനെ മൽവാണി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോള ചോദിച്ചു, നീ എന്താ ആലോചിക്കുന്നത്? മൽവാണി പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി, തോട്ടത്തിൽ ഇങ്ങനെ നടന്നത് മതി, നമുക്ക് തിരിച്ച് അന്തപുരത്തിലേക്ക് പോകാം. അപ്പോൾ ഡോള പറഞ്ഞു, നീ അങ്ങോട്ട് പൊയ്ക്കൊള്ളൂ, ഞാൻ പിന്നാലെ വന്നുകൊള്ളാം, എനിക്ക് ഇവിടുത്തെ കാറ്റ് കൊണ്ടിട്ട് കുറച്ച് നേരം കൂടി ഇരിക്കാൻ തോന്നും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, അപ്പോഴേക്കും വരണം എന്ന് പറഞ്ഞിട്ട് മൽവാണി അവിടുന്ന് പോയി. ആ സമയത്ത് താൻ സ്ഥിരമായിട്ട് പുറത്തു നിന്ന് കേൾക്കാറുള്ള ഈ ഗാനം ഡോള പിന്നെയും കേട്ടു. അപ്പോൾ ഡോള ഒരു പരിചാരകനോട് ആരാണ് ഈ പാട്ട് പാടുന്നത്, അയാളെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പരിചാരകൻ പോയി ഈ പാട്ടുകാരനായ പുരോഹിതനെ വിളിച്ച് ഡോളയുടെ മുന്നിൽ കൊണ്ടുവന്നു. ഡോള എന്നൊരു രാജകുമാരനും മാരു എന്നൊരു രാജകുമാരിയും പുഷ്കറിൽ വെച്ച് വിവാഹിതരായ കാര്യമായിരുന്നു ഈ പാട്ടിൽ പാടിയിരുന്നത്. മാത്രമല്ല ഡോളയെ കാത്ത് മാരു എത്ര കാലമായി കാത്തിരിക്കുന്നു എന്ന് ഈ പാട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. മാരുവിൻ്റെ വിരഹതാപമായിരുന്നു ആ പാട്ടിൻ്റെ വിഷയം. ഈ പാട്ട് ഡോളയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അദ്ദേഹം ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണ്, ഈ പാട്ടിലെ നായകന്മാരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഈ പാട്ടുകാരനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് അങ്ങയുടെ പാട്ട് തന്നെയാണ് തമ്പുരാനെ, അങ്ങാണ് ഈ പാട്ടിലെ നായകൻ. അങ്ങും പുങ്കലിലെ രാജകുമാരിയായ മാരുവും തമ്മിലുള്ള വിവാഹം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. അന്ന് അങ്ങയ്ക്ക് 3 വയസ്സും മാരുവിന് 1.5 വയസ്സുമായിരുന്നു പ്രായം. അങ്ങ് അക്കാര്യം മറന്നുപോയെങ്കിലും മാരു അത് മറന്നിട്ടില്ല. മാരു അങ്ങ് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇത് കേട്ട ഡോളയ്ക്ക് വളരെയധികം ദുഃഖം തോന്നി. ഇങ്ങനൊരു കാര്യം ഡോള അറിഞ്ഞിരുന്നേയില്ല. ഡോളയുടെ ഓർമ്മയിൽ അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഡോളയ്ക്ക് ദേഷ്യം വന്നു. ഡോള ചോദിച്ചു, എന്തിനാണ് ഇത്തരം കള്ളങ്ങൾ എന്നോട് പറയുന്നത്? ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കുകയില്ല. അപ്പോൾ പുരോഹിതൻ തൻ്റെ തമ്പുരുവിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന കത്തെടുത്ത് ഡോളയ്ക്ക് കൊടുത്തു. അത് മാരു എഴുതിയതായിരുന്നു. ഈ കത്ത് കൂടി വായിച്ചതോടെ ഡോളയ്ക്ക് ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് സംശയം തോന്നി.
ഡോള ആകെ ചിന്താധീനനായി കൊട്ടാരത്തിനകത്തേക്ക് പോയി. തൻ്റെ ലക്ഷ്യം സാധിച്ച സംതൃപ്തിയോടെ ഈ പുരോഹിതൻ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചും പോയി. ഡോള അന്നത്തെ ദിവസം ആകെ ഉദാസീനനായിരുന്നു. ഇത് മൽവാണി ശ്രദ്ധിച്ചു. മൽവാണി എന്താണ് കാര്യം എന്ന് ഡോളയോട് ചോദിച്ചു. ഡോള ആദ്യമൊന്നും കാര്യം പറഞ്ഞില്ലെങ്കിലും പിന്നീട് മൽവാണിയോട് ഇതേപ്പറ്റി സംസാരിച്ചു. അപ്പോൾ മൽവാണി പറഞ്ഞു, ഞാൻ ഇക്കാര്യമൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വിവാഹം ഒരു കള്ള വിവാഹമായിരുന്നു. കാരണം ഈ മാരുവിൻ്റെ ജാതകത്തിലൊരു ദോഷമുണ്ടായിരുന്നു. മാരുവിന് അങ്ങേക്കാളും പ്രായവുമുണ്ട്, ജാതക ദോഷക്കാരിയുമാണ്. അങ്ങനെ ഈ ജാതക ദോഷം മാറാൻ വേണ്ടിയിട്ടാണ് ഇവർ പുഷ്കറിൽ വന്ന ക്ഷേത്ര ദർശനം നടത്തിയത്. അന്ന് അങ്ങനെ ദോഷം മാറാൻ വേണ്ടിയിട്ട് വിവാഹം കഴിച്ചുവെന്നേ ഉള്ളൂ, അല്ലാതെ അതൊരു നല്ല വിവാഹമായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങയുടെ മാതാപിതാക്കൾ ആ വിവാഹത്തെപ്പറ്റി അങ്ങയുടെ ഇതുവരെ പറയാതിരുന്നത്. ഇനി അങ്ങ് ഇക്കാര്യം ചെന്ന് അങ്ങയുടെ മാതാപിതാക്കളോട് ചോദിക്കേണ്ട, അവർക്ക് വിഷമമാകും. ഇത് കേട്ടപ്പോൾ ഡോളയ്ക്ക് വീണ്ടും സംശയമായി. ഡോള മൽവാണി അറിയാതെ തൻ്റെ ഒരു ദൂതനെ പുങ്കളിലേക്ക് വിട്ടു. പുങ്കളിൽ ചെന്ന് കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ ദൂതനെ വിട്ടത്. പണ്ട് ഈ വിവാഹത്തെപ്പറ്റി മൽവാണി കേട്ട സമയത്ത് തൻ്റെ പ്രതിയോഗിയായ മാരുവിനെ കണ്ടാൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൽവാണി ഒരു ദൂതനെ പുങ്കളിലേക്ക് അയച്ചിരുന്നു. ആ ദൂതൻ മിന്നൽ കൊടി പോലെ സുന്ദരിയായ, വളരെ സുന്ദരിയായ, താൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് മാരു എന്ന് മൽവാണിയോട് വന്ന് പറഞ്ഞിരുന്നു. ഈ ഓർമ്മ മൽവാണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും മാരുവിൻ്റെ അടുത്തേക്ക് ഠോലയെ വിടുകയില്ല എന്ന് മൽവാണി തീർച്ചപ്പെടുത്തിയിരുന്നു. എന്തായാലും ഡോള അയച്ച ദൂതൻ പുങ്കളിലെത്തി. അവിടുത്തെ രാജാവിനെ കണ്ട് തന്നെ ഡോള അയച്ചതാണ്. ഈ ഡോള ഇങ്ങനൊരു വാർത്ത കേട്ടു, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാൻ വേണ്ടി വിട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളെല്ലാം പിങ്കൽ രാജാവ് ഈ ദൂതനോട് പറഞ്ഞു. മാത്രമല്ല അങ്ങോട്ട് മാരുവിനെ വരുത്തുകയും ഈ ദൂതൻ അവളെ കാണുകയും ചെയ്തു. അങ്ങനെ ഈ ദൂതൻ പിന്നീട് തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചുപോയി, നർവറിലേക്ക് തിരിച്ചുപോയി. പുങ്കളിൽ നിന്ന് നർവറിലേക്ക് ഒരുപാട് ദൂരമുണ്ടായിരുന്നു. ആഴ്ചകളോളം തുടർച്ചയായിട്ട് യാത്ര ചെയ്തിട്ടാണ് ഇയാൾ ഈ രാജ്യത്തേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ രാത്രിയായിരുന്നു. അയാൾ വിചാരിച്ചു, ഇത്ര രാത്രിയായിട്ട് ചെന്ന് രാജാവിനെ മുഖം കാണിക്കണ്ട, തൽക്കാലം കിടന്നുറങ്ങാം, ഉറങ്ങിയിട്ട് രാവിലെ പോകാമെന്ന്. ഡോളയ്ക്കാണെങ്കിൽ ഈ ദൂതനെ അയച്ചെന്ന് മുതൽ ഉറക്കമില്ല. ഇയാൾ പോയ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോളയ്ക്ക് വളരെയധികം ആകാംക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഈ ദൂതൻ തിരിച്ചു വരാറായല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഡോള ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ദൂതൻ്റെ വീടിനടുത്തേക്ക് ചെന്നു. വീടിനടുത്ത് ചെന്നപ്പോൾ ദൂതൻ തൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് കേട്ടു. ദൂതനോട് ഭാര്യ ചോദിച്ചു, പോയ കാര്യം എന്തായി? മാരു എന്ന രാജകുമാരിയെ കണ്ടോ? അവരെ കണ്ടാൽ എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ദൂതൻ പറഞ്ഞു, ഞാൻ പുങ്കളിൽ ചെന്നിട്ട് എനിക്ക് എത്ര നല്ല വരവേൽപ്പാണെന്നോ അവിടുന്ന് കിട്ടിയത്. അവിടെ എല്ലാവരും നമ്മുടെ രാജകുമാരനെ കാത്തിരിക്കുകയാണ്. ഡോളയെപ്പറ്റി അവിടുത്തെ ഓരോ പുൽത്തരിക്ക് പോലും അറിയാം. അവരെല്ലാവരും എന്തെങ്കിലും ഒരു ദിവസം അദ്ദേഹം വന്ന് അവിടെ രാജകുമാരിയെ കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിച്ചിരിപ്പാണ്. രാജകുമാരിയായ മാരുവാണെങ്കിലോ ഇത്രത്തോളം സുന്ദരിയായ ഒരു പെൺകുട്ടി ഈ ഭൂമിയിലില്ല. അവൾ വരുമ്പോൾ ഒരു മിന്നൽ കൊടി വരും പോലെയാണ്. നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോവും, അത്രയ്ക്ക് സൗന്ദര്യം. പുറത്ത് നിന്നത് കേൾക്കുകയായിരുന്ന ഡോള സന്തോഷത്തോടെ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി തന്നെ ഉടൻ തന്നെ മാരുവിനെ പോയി കൊണ്ടുവരണം എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. ഈ കാര്യം തൻ്റെ അമ്മയോട് എന്ന് പറയുകയും ചെയ്തു. അമ്മ പറഞ്ഞു, നല്ല തീരുമാനമാണ് മകനെ, എനിക്കെന്നും ഇത് ആഗ്രഹമുണ്ടായിരുന്നു. നിൻ്റെ പിതാവ് സമ്മതിക്കാതിരുന്നതുകൊണ്ട് ഞാൻ പറയാഞ്ഞതാണ്. നീ തൽക്കാലം അദ്ദേഹത്തിനോടൊന്നും പറയണ്ട, പോയി വിളിച്ചുകൊണ്ട് വന്നാൽ മതി. മാരുവിനെ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർപ്പെല്ലാം മാറിക്കൊള്ളും. അങ്ങനെ ഡോള പിറ്റേന്ന് തന്നെ മാരുവിനെ കാണാൻ പോകാൻ തീർച്ചപ്പെടുത്തി. പിറ്റേന്ന് ദൂതൻ എത്തുകയും ഡോളയുടെയും ഭാര്യയായ മൽവാണിയുടെയും മുന്നിൽ വെച്ച് താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. മൽവാണിക്ക് ഇത്തവണ ഒരെതിർപ്പും പറയാൻ പറ്റിയില്ല. ഉടൻ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ മൽവാണി അന്തഃപുരത്തിലേക്ക് പോയി. മൽവാണിക്ക് ഈ കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് ഡോളയ്ക്ക് മനസ്സിലായി. അവളോട് നേരിട്ട് ചെന്ന് താൻ മാരുവിനെ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവൾ അനുവദിക്കുകയില്ല എന്ന് തോന്നിയ അദ്ദേഹം വളരെ നയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം ചെന്ന് പറഞ്ഞു, മൽവാണി, ഞാൻ കുറച്ച് ദിവസത്തേക്ക് നർവർ വിട്ടു പോകാം എന്ന് ചിന്തിക്കുകയായിരുന്നു. ഒരുപാട് കാലമായല്ലോ ഞാൻ പുറത്തേക്കൊക്കെ പോയിട്ട്. ഞാനൊരു യാത്രയൊക്കെ പോയി നിനക്ക് കുറച്ച് ആഭരണങ്ങളൊക്കെ കൊണ്ടുവരാം. അപ്പോൾ മൽവാണി പറഞ്ഞു, എനിക്ക് വേണ്ട ആഭരണങ്ങൾ അത്രയും നമ്മുടെ കൊട്ടാരത്തിലുണ്ട്, എനിക്കിതിൽ കൂടുതൽ ആഭരണങ്ങളൊന്നും വേണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗുജറാത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ ഒരുപാട് നല്ല വസ്ത്രങ്ങളുണ്ട്, ഞാൻ നിനക്ക് നല്ല വസ്ത്രങ്ങൾ കൊണ്ടുവരാം, പട്ട് വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരാം. അപ്പോൾ മൽവാണി പറഞ്ഞു, എനിക്ക് ഇപ്പോൾ വസ്ത്രങ്ങളൊന്നും വേണ്ട, അങ്ങ് എന്നെ വിട്ട് പോകാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഡോള പറഞ്ഞു, മൽവാണി, യാത്ര ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും, ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. അതുകൊണ്ട് ഞാനൊന്ന് യാത്ര ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ മൽവാണി ചോദിച്ചു, ഇതുവരെ ഇല്ലാതിരുന്നൊരാഗ്രഹം ഇപ്പം എങ്ങനെ വന്നു? അങ്ങേക്ക് വസ്ത്രം വാങ്ങണമെന്ന് തോന്നുന്നു, ആഭരണങ്ങൾ വാങ്ങണമെന്ന് തോന്നുന്നു, യാത്ര പോകണമെന്ന് തോന്നുന്നു.
എന്താണെന്ന് എന്നോട് സത്യം പറയൂ. അപ്പോൾ വളരെ മടിച്ച ഡോള പറഞ്ഞു, മൽവാണി, എനിക്ക് പുങ്കളിൽ പോയി അവിടുത്തെ രാജകുമാരിയായ മാരുവിനെ വിളിച്ചുകൊണ്ട് വരണം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അവളെ വിവാഹം കഴിച്ചാണെന്ന് എനിക്ക് ഉറപ്പാണ്. അവളെ പോയി വിളിച്ചുകൊണ്ട് വരണം. അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അതൊരു മഹാപാപമാണ്. അവളെന്നെ കാത്തിരിക്കുകയാണ്. ഇത് കേട്ട മൽവാണി പെട്ടെന്ന് ബോധരഹിതയായി താഴെ വീണു. ഇത് കണ്ട ഡോള ആകെ വിഷമിച്ചു പോയി. അദ്ദേഹം മൽവാണിക്കൊപ്പം ഇരിക്കുകയും അവളെ ഉണർത്തിയിട്ട് സമാധാനിപ്പിക്കുകയും ചെയ്തു. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. മാരുവും നീയും എനിക്ക് ഒരുപോലെയാണ്. മാരു എൻ്റെ ഭാര്യയാണ്, നീയും എൻ്റെ ഭാര്യയാണ്. പക്ഷേ മാരുവിനെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല. അവളെ ഓർമ്മയില്ലാത്ത കാലത്ത് ഞാൻ വിവാഹം കഴിച്ചതാണ്. അവൾ എന്നെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവളെ ഞാൻ ഉപേക്ഷിച്ച് കളയുന്നത് ഉചിതമല്ല. പോയി വിളിച്ചുകൊണ്ട് വരിക തന്നെ ചെയ്യണം. മൽവാണി മറുപടിയൊന്നും പറഞ്ഞില്ല. ഡോള തൻ്റെ ഒട്ടകങ്ങളെ കെട്ടുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവിടെ കുറേ ഒട്ടകങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ല ഒട്ടകത്തിനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ആ ഒട്ടകത്തിനോട് പറഞ്ഞു, നാളെ നമുക്ക് പുങ്കലിലേക്ക് പോകണം. അവിടുത്തെ രാജകുമാരിയായ മാരുവിനെ നമുക്ക് നാളെ വിളിച്ചുകൊണ്ട് വരണം. ഒട്ടകം സമ്മതിച്ച് തലയാട്ടി. അത് പറഞ്ഞു, ഞാനിന്ന് വയറ് നിറയെ ഭക്ഷണം കഴിക്കാം. ഞാൻ ഗംഗാജലം കുടിച്ച് എൻ്റെ വയറും നിറയ്ക്കാം. അപ്പോൾ എനിക്ക് അങ്ങേ ദീർഘദൂരം യാത്ര ചെയ്ത് പുങ്കൽ വരെ എത്തിക്കാൻ വളരെ വേഗം പറ്റും. മാത്രമല്ല ഈ ഒട്ടകം ഡോളയോട് പറഞ്ഞു, എൻ്റെ കഴുത്തിൽ നല്ലൊരു മണി കെട്ടിത്തരണം. എനിക്ക് നല്ലൊരു കടിഞ്ഞാണ് വിടണം. നമുക്ക് നാളെ രാവിലെ തന്നെ മാരുവിൻ്റെ അടുത്തേക്ക് പോകാം. ആശ്വാസത്തോടെ ഡോള ഉറങ്ങാൻ പോയി. ഈ സമയത്ത് മൽവാണി ഈ ഒട്ടകത്തിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഒട്ടകം, നീ എന്നോട് ദയ കാണിക്കണം. നീ നാളെ ഡോളയെ മാരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത്. അപ്പോൾ ഒട്ടകം ചോദിച്ചു, ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞതാണല്ലോ നാളെ മാരുവിൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. അപ്പോൾ മൽവാണി പറഞ്ഞു, നീ അങ്ങനെ ചെയ്യരുത്. മാരു ഇവിടെ വരുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഒട്ടകം പറഞ്ഞു, ഞാൻ നാളെ കൂടെ ചെല്ലാമെന്ന് രാജകുമാരനോട് പറഞ്ഞതാണ്. ഞാൻ ചെന്നില്ലെങ്കിലോ അദ്ദേഹത്തിന് വിഷമമാവും. മാത്രമല്ല, ഞാൻ വധൂഗ്രഹത്തിലെത്തുമ്പോൾ അവിടെ എല്ലാവരും വരണ്ട ഒട്ടകം എന്ന നിലയിൽ എനിക്ക് പ്രത്യേക പരിഗണന തരും. എനിക്ക് നല്ല ഭക്ഷണം കിട്ടും, നല്ല വെള്ളം കിട്ടും. ഞാൻ എന്തിനതൊക്കെ വേണ്ടെന്ന് വെക്കണം? അപ്പോൾ മൽവാണി പറഞ്ഞു, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് നല്ല ഭക്ഷണം തരാം, നല്ല വെള്ളം തരാം. നിന്നെ ഒരിക്കലും ഞാൻ വെയിലത്ത് നടക്കാൻ അനുവദിക്കുകയില്ല. നിന്നെ ഞാൻ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കെട്ടാം. ഞാൻ നിന്റെ ദേഹം മുഴുവൻ സുഗന്ധ തൈലം പുരട്ടാം. നിൻ്റെ മേലെ ആരും സഞ്ചരിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അപ്പോൾ ഒട്ടകം പറഞ്ഞു, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് രാജകുമാരി. പക്ഷേ ഞാൻ എൻ്റെ രാജകുമാരന് വാക്ക് കൊടുത്തു പോയതാണ്. അദ്ദേഹമാണ് എൻ്റെ യജമാനൻ. അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കില്ല. ഒട്ടകത്തിനെ തൻ്റെ കയ്യിലാക്കാൻ പറ്റില്ല എന്ന് മൽവാണിക്ക് മനസ്സിലായി. മൽവാണി നേരെ ഡോളയുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, അങ്ങ് എപ്പോഴാണ് മാരുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്? അപ്പോൾ ഡോള പറഞ്ഞു, ഞാൻ നാളെ തന്നെ പോകും. അപ്പോൾ മൽവാണി പറഞ്ഞു, നാളെ പോകല്ലേ, കാരണം രാജസ്ഥാനിൽ ഇപ്പോൾ വലിയ വേനലാണ്. അവിടെ മരുഭൂമികളുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴി ചുട്ടുപൊള്ളി കിടക്കുകയായിരിക്കും. ചൂട് കാറ്റടിക്കും. ഈ കാറ്റത്ത് അങ്ങേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചൂട് കാലം കഴിയുന്നത് വരെ അങ്ങ് കാത്തിരിക്കണം. മൽവാണി യാചിച്ചതല്ലേ, അനുവദിച്ചേക്കാം എന്ന് ഡോള കരുതി. അങ്ങനെ 2 മാസങ്ങൾ കടന്നുപോയി. വേനൽ കഴിഞ്ഞു, മഴക്കാലമായി. ഡോള മാരുവിനെ കൊണ്ടുവരാൻ പോകാനൊരുങ്ങി. അപ്പോൾ മൽവാണി വീണ്ടും എത്തി. അങ്ങ് പുറത്തേക്ക് നോക്കൂ, മഴ കണ്ടില്ലേ? ഈ മഴയത്ത് അങ്ങ് ഒട്ടകത്തിൻ്റെ പുറത്ത് അത്ര ദൂരം എങ്ങനെ യാത്ര ചെയ്യും? വഴിയൊക്കെ ചേറും ചെളിയുമായി കിടക്കുകയായിരിക്കും. മഴയൊന്ന് തോരാൻ കാത്തു നിൽക്കൂ. അങ്ങനെ 2 മാസം കൂടി കടന്നുപോയി. മഴക്കാലവും കഴിഞ്ഞു. ഇനി എന്ത് കാര്യം പറഞ്ഞാണ് യാത്ര മുടക്കുന്നത് എന്നായി മൽവാണിയുടെ ചിന്ത. അങ്ങനെ വസന്തകാലം തുടങ്ങാറായി. ഡോള യാത്ര പുറപ്പെടാൻ തുടങ്ങി. അപ്പോൾ മൽവാണി ചെന്നു. ഡോള പറഞ്ഞു, മൽവാണി, കാറ്റും മഴയും വെയിലും ഒന്നും പറഞ്ഞ് നീ ഇനി എൻ്റെ യാത്ര മുടക്കാൻ നിൽക്കരുത്. മൽവാണി പറഞ്ഞില്ല, ഞാനതൊന്നും പറയുകയില്ല. ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഉറങ്ങിയാൽ അങ്ങ് പൊക്കോളൂ. അങ്ങനെ ഡോള അത് സമ്മതിച്ചു. മൽവാണി എപ്പോൾ ഉറങ്ങുന്നോ അപ്പോൾ ഡോള മാരുവിൻ്റെ അടുത്തേക്ക് പോകും എന്നായി അവരുടെ തീരുമാനം. 15 ദിവസം വരെ മൽവാണി ഉറങ്ങാതെ കാത്തിരുന്നു. 15ാമത്തെ ദിവസം വളരെ അധികം ഉറക്കം വന്ന് മൽവാണി ഒന്ന് കണ്ണടച്ചു പോയി. ആ സമയം കൊണ്ട് ഡോള തൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറുകയും പുങ്കളിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഒട്ടൊന്ന് മയങ്ങിപ്പോയ മൽവാണി ഉണർന്നപ്പോഴേക്കും ഡോള പോയി കഴിഞ്ഞിരുന്നു. ഇത്ര കാലം താൻ തടഞ്ഞു നിർത്തിയിട്ടും ഡോളയെ തനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്ന് മൽവാണിക്ക് മനസ്സിലായി. മൽവാണി തൻ്റെ തത്തയെ വിളിച്ചിട്ട് ഡോളയുടെ പിന്നാലെ പോകാൻ പറഞ്ഞു. തത്തയുടെ കയ്യിലൊരു സന്ദേശവും മൽവാണി കൊടുത്തുവിട്ടു. അങ്ങനെ ഈ തത്ത ഡോളയുടെ പിന്നാലെ പോയി. ഡോളയ്ക്കൊപ്പം പറന്ന് എന്നിട്ട് പറഞ്ഞു, ഞാൻ മൽവാണിയുടെ തത്തയാണ് യജമാനെ. മൽവാണി തമ്പുരാട്ടി മരിച്ചുപോയി. ഈ സന്ദേശം മൽവാണി തന്നെ കൊടുത്തു വിട്ടതാണ് എന്ന് ഡോളയ്ക്ക് മനസ്സിലായി. ഡോള പറഞ്ഞു, ശരി, നീ തിരിച്ചു പോയിക്കൊള്ളൂ. എന്നിട്ട് അവളെ ചെന്ന് ചന്ദനം മുട്ടിയിൽ അവളെ ദഹിപ്പിച്ചോളൂ. ഞാൻ എന്തായാലും ഇപ്പോൾ തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പോൾ തത്ത പറഞ്ഞു, തമ്പുരാനെ, ഞാൻ മൽവാണി പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. മൽവാണിക്കൊരു കുഴപ്പവുമില്ല, അങ്ങ് പോയിട്ട് വരൂ. അങ്ങനെ ആ തത്ത തിരിച്ചു പോവുകയും ഡോള തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് പുങ്കളിലേക്ക് യാത്രയാവുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ദൂരം അദ്ദേഹം യാത്ര ചെയ്തു.
ഈ പുങ്കൽ രാജ്യത്തെ ഒരു മന്ത്രിയുടെ മകനായ ഉമർ സുമാരു മാരുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ഈ കാര്യം ചെന്ന് മാരുവിനോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ മാരു മറുപടി കൊടുത്തത് താൻ ഡോളയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നാണ്. ഇക്കാര്യത്തിൽ അതുകൊണ്ട് ഉമർ സുമാരുവിന് ഡോളയോട് വിരോധമുണ്ടായിരുന്നു. ഡോളയോട് മാത്രമല്ല, മാരുവിനോടും. ഈ ഉമർ സുമാരുവിൻ്റെ ഒരു സുഹൃത്തിനെ ഡോള വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഇവർ തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ താൻ ഡോളയാണെന്നും താൻ നർവറിലെ രാജകുമാരനാണെന്നും താൻ മാരുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുങ്കളിലേക്ക് പോവുകയാണെന്നും ഒക്കെ ഡോള ഈ അപരിചിതനായ യാത്രക്കാരനോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ അങ്ങ് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അങ്ങേ ആരോ പറ്റിച്ചതാണ്. ഈ മാരു എന്ന് പറയുന്നത് വളരെ പ്രായം ചെന്നൊരു പെൺകുട്ടിയാണ്. അങ്ങേക്കാളും വളരെ പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് തിരിച്ചു പോയിക്കൊള്ളൂ. അവരെ കാണാൻ ഒരു വിരൂപയാണ്, മാത്രമല്ല അവർക്ക് ഒരുപാട് പ്രായവുമുണ്ട്. പക്ഷെ താൻ നേരത്തെ സന്ദേശവാഹകനെ അയച്ച് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനാൽ ഇയാൾ കള്ളം പറയുകയാണെന്ന് ഡോളയ്ക്ക് മനസ്സിലായി. ഡോള പറഞ്ഞു, ഞാൻ ഈ കാര്യം വിശ്വസിക്കുകയില്ല, ഞാൻ ഈ കാര്യം നേരത്തെ അന്വേഷിച്ചറിഞ്ഞതാണ്, നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. വളരെ വരണ്ട ഒരു വഴിയായിരുന്നു അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു മരുഭൂമിയുടെ അറ്റത്തെത്തി. ഈ മരുഭൂമി കടന്നു വേണം അദ്ദേഹത്തിന് പുങ്കളിലെത്താൻ. അപ്പോൾ ഈ മരുഭൂമി തുടങ്ങുന്ന സ്ഥലത്തൊരു മരിപ്പച്ച ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ഒട്ടകത്തിനെ അവിടെ നിർത്തി അതിനെക്കൊണ്ട് വയറു നിറയെ വെള്ളം കുടിപ്പിച്ചു. അദ്ദേഹവും വെള്ളം കുടിച്ച് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അദ്ദേഹം ഒട്ടകത്തിനോട് പറഞ്ഞു, നീ വേണ്ടത്ര വിശ്രമം എടുത്തോളൂ, ഇതിനുശേഷം നമ്മൾ യാത്ര തുടങ്ങിയാൽ നീ മാരുവിൻ്റെ അടുത്തെത്താതെ നിൽക്കരുത്. ഒട്ടകം സമ്മതിച്ചു. അത് ആ മരിപ്പച്ചയിൽ നിന്ന് ആവോളം വെള്ളം കുടിക്കുകയും പച്ചപ്പുല്ല് തിന്നുകയൊക്കെ ചെയ്തിട്ട് കുറേ നേരം വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഡോള ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുകയും മാരുവിൻ്റെ അടുത്തേക്ക് യാത്രയാവുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് അദ്ദേഹം മാരുവിൻ്റെ കൊട്ടാരത്തിലെത്തി. പിങ്കൽ രാജാവ് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. ആ രാജ്യത്ത് അന്നൊരു വലിയ ഉത്സവം തന്നെ കൊണ്ടാടി. ഡോളയുടെ വരവ് ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു. സർവാഭരണ വിഭൂഷിതയായ മാരുവിനെ സ്ത്രീജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഡോളയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. തൻ്റെ വധുവിനെ കണ്ട് ഡോളയുടെ കണ്ണ് മഞ്ചിപ്പോയി. അത്രയ്ക്ക് സൗന്ദര്യം. എന്തായാലും കുറച്ച് ദിവസങ്ങൾ അവർ വളരെ സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൽ കഴിഞ്ഞു. എന്നിട്ട് 1-2 ആഴ്ചകൾക്ക് ശേഷം അവർ നർവറിലേക്ക് തിരിച്ചു പോകാനിറങ്ങി. പിങ്കൽ രാജാവിനോടും രാജ്ഞിയോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവർ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി യാത്ര തിരിച്ചു. അവരുടെ കൂടെ അനുചരരായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മുന്നേ പറഞ്ഞു വിട്ടിട്ട് വളരെ പതുക്കെയാണ് ഡോളയും മാരുവും യാത്ര ചെയ്തത്. അവർ പരസ്പരം സംസാരിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്തു. അങ്ങനെ പോകുമ്പോൾ ഈ മരുഭൂമിയിൽ കുറേ കൂടാരങ്ങൾ കണ്ടു. അവിടെ നിന്ന് ഒരാൾ വിളിച്ചു, യാത്രക്കാരെ ഒന്ന് നിൽക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കാണോ? അപ്പോൾ ഡോള പറഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ കൂടെ കുറേ ആൾക്കാരുണ്ട്, അവർ മുന്നേ പോയിട്ടുണ്ട്, ഞങ്ങൾ പതുക്കെ പിന്നാലെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ കച്ചവടക്കാരാണ്, ഞങ്ങളിവിടെ തമ്പടിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്, ഈ വഴി പോകുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൂടി വന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ അവർ ഡോളയെയും മാരുവിനെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. മാരു പറഞ്ഞു, എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പുറത്തിരിക്കാം, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി. അങ്ങനെ മാരു ഒട്ടകത്തിനൊപ്പം കൂടാരങ്ങൾക്ക് പുറത്തിരിക്കുകയും ഡോള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കച്ചവടക്കാർക്കൊപ്പം അകത്തേക്ക് പോവുകയും ചെയ്തു. മാരു അവിടെ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ഈ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരൻ തൻ്റെ കയ്യിലൊരു കത്തി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. അതോടെ ഈ വിരുന്നിൽ എന്തോ ചതിയുണ്ട് എന്ന് മാരുവിന് മനസ്സിലായി. അപ്പോൾ അവിടുത്തെ ഒരു പരിചാരിക ഓടി വന്ന് മാരുവിനോട് പറഞ്ഞു, മാരു രാജകുമാരി, എനിക്ക് അവിടുത്തെ അറിയാം, ഞാനിപ്പോൾ ഇവിടുത്തെ പാചകക്കാരിയാണ്, ഇവർ ഉമർ സുമാരുവിൻ്റെ ആൾക്കാരാണ്, അവിടുത്തെ ഭർത്താവിനെ അവർ കൊല്ലും, എന്നിട്ട് അവിടുത്തെ തട്ടിക്കൊണ്ട് പോകേണ്ട, വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ. മാരു ഉടൻ തന്നെ ആ ഒട്ടകത്തിനടുത്തേക്ക് പോയിട്ട് ഒട്ടകത്തിന് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തു. അതോടെ ഒട്ടകം അവിടെ കിടന്ന് ചാടാനും ബഹളം വെക്കാനും തുടങ്ങി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഡോള ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ ഒട്ടകം വല്ലാതെ ബഹളം വെക്കുന്നു, ഞാനില്ലാതെ ആര് പറഞ്ഞാലും അത് അനുസരിക്കുകയില്ല, ഞാൻ പോയി അതിനൊന്ന് അടക്കി നിർത്തിയിട്ട് വരാം. അപ്പോൾ ഈ ആതിഥേയൻ പറഞ്ഞു, അങ്ങ് എന്തിനാണ് പോകുന്നത്? അങ്ങ് ഇവിടെ ഇരിക്കും, ഞാൻ എൻ്റെ ജോലിക്കാരോട് പറയാം. ഡോള പറഞ്ഞു, വേണ്ട, ഞാൻ ഓടിപ്പോയി അതിനൊന്ന് അടക്കി നിർത്തിയിട്ട് വരാം, കാരണം മാരു അതിനടുത്തുണ്ട്, മാരു പേടിക്കും. അങ്ങനെ ഡോള ഒട്ടകത്തിനടുത്തേക്ക് ചെന്നു. അപ്പോൾ മാരു അവിടെ നിൽപ്പുണ്ട്. മാരു പറഞ്ഞു, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം, ഇവർ നല്ല ആൾക്കാരല്ല, അങ്ങയെ അപായപ്പെടുത്തിയിട്ട് എന്നെ തട്ടിക്കൊണ്ട് പോവുകയാണ് ഇവരുടെ പദ്ധതി. ഉടൻ തന്നെ ഡോള തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് ചാടി കയറുകയും മാരുവിനെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റിയിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് വേഗം രക്ഷപ്പെടുകയും ചെയ്തു. അവർ വളരെ വേഗം ഒട്ടകം ഓടിച്ചു പോയി. ആതിഥേയർക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഡോളയും മാരുവും രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായത് തന്നെ. അവർ പിന്നാലെ ചെന്നെങ്കിലും അവർക്ക് ഡോളയെ പിടിക്കാൻ പറ്റിയില്ല. ഡോളയും മാരുവും വളരെ പെട്ടെന്ന് നർവറിൽ എത്തിച്ചേർന്നു. മിന്നൽ കൊടി പോലെ സുന്ദരിയായ മാരുവിനെ കണ്ടപ്പോൾ രാജാവിന് വളരെയധികം സങ്കടം തോന്നി. അവളെ താൻ വേണ്ടാന്ന് വെച്ചല്ലോ, അവളെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം അവളോട് മാപ്പ് ചോദിച്ചു. നിന്നെ വിവാഹം കഴിച്ച കാര്യം ഞാൻ ഡോളയോട് പറയാതിരുന്നത്
വളരെയധികം അബദ്ധമായി പോയി, നീ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. മാരു മൽവാണിയെ കാണാൻ ചെന്നു. മൽവാണിയുടെ 2 കൈകളും ചേർത്ത് പിടിച്ചിട്ട് അവൾ പറഞ്ഞു, എൻ്റെ സഹോദരി, നിന്നെ കാണാൻ എത്ര കൊതിയായിട്ടാണെന്നോ ഞാൻ വന്നത്. മൽവാണി അത്ഭുതപ്പെട്ടു പോയി. മാരുവിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം മൽവാണി പ്രതീക്ഷിച്ചിരുന്നതേയില്ല. മൽവാണിക്ക് ലജ്ജ തോന്നി. മാരുവിനെ പ്രതി താൻ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടി. അവളെ പ്രതി എത്ര സന്ദേശവാഹകരെ താൻ കൊന്നുകളഞ്ഞു. അവളെ ഇവിടെ വരുത്താതിരിക്കാൻ വേണ്ടി താൻ എന്തെല്ലാം വിദ്യകൾ പ്രയോഗിച്ചു. എന്നിട്ട് എത്ര സ്നേഹത്തോടെയും എത്ര കരുണയോടെയുമാണ് മാരു തന്നോട് സംസാരിക്കുന്നത്. അവളോട് ഇനി ഒരിക്കലും വഴക്ക് കൂടുകയില്ലെന്നും അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്നും മൽവാണി തീരുമാനമെടുത്തു. അങ്ങനെ ഡോളയും മാരുവും മൽവാണിയും സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു. ഇഷ്ടമായ ഡോളയുടെയും മാരുവിൻ്റെയും കഥ? അടുത്ത കഥ അടുത്ത ദിവസം.